ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മഴയൊക്കെ തുടങ്ങിയല്ലേ, ചൂടൊക്കെ കുറഞ്ഞ്. അത്ര ചൂട് കുറഞ്ഞു എന്ന് പറയാനും പറ്റൂല, എന്നാലും മഴ പെയ്യുന്ന സമയത്ത് ഒരു ആശ്വാസം ഉണ്ടല്ലോ നമുക്ക്. അപ്പം ഇത് ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അപ്പം ഞാൻ കുറേ നാളായി അമ്മേൻ്റെ അടുത്ത് ഒരാശ പറയുന്നു, എനിക്കൊന്ന് പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പം അതിങ്ങനെ നീണ്ട് പിന്നാണ് പൊതിച്ചോറിന് തിന്നാൻ പറ്റിയത്. കാരണം പൊതിച്ചോറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ക്രേവിങ്സ് ഉള്ള സാധനം തന്നെ വേണം നിർബന്ധം. എന്തെങ്കിലും ഉപ്പേരിയും കറിയും മാത്രമാണ് എനിക്ക് പോരാ. എനിക്ക് ഇഷ്ടമില്ല, എന്നെ വെച്ചിട്ട് എനിക്ക് ആക്കണം. സ്പെഷ്യലി മത്തി പൊരിച്ച് എനിക്ക് എന്തായാലും വേണം നിർബന്ധം. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒത്തു വന്നൊരു ദിവസം ഇന്ന്. അപ്പം നമുക്കിന്ന് പൊതിച്ചോറ് കഴിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പൊതിച്ചോറിനകത്ത് വെച്ചതെന്നൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ പൊതിച്ചോറിലെ മെയിൻ ആള് ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒഴിച്ചു കൂട്ടുന്ന കറി വേണ്ട, ഞാൻ അമ്മേനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കുറച്ച് ഡ്രൈ കറിയാണ് ഇഷ്ടം. അപ്പം അവിയലാകുമ്പം എല്ലാ കഷ്ണങ്ങളും ഉണ്ട്, അപ്പം നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാമ്പുപ്പേരി, ഫൈബേഴ്സ് നല്ലോണം അടങ്ങിയിട്ടില്ല. നമ്മുടെ വാഴേൻ്റെ കാമ്പാണിത്, കാമ്പിൻ്റെ ഉപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാമ്പുപ്പേരി. പിന്നെ എൻ്റെ ഫേവറേറ്റ് മത്തി പൊരിച്ചതും, പിന്നെ അതിൻ്റെ ഇണറും ഉണ്ടായിരുന്നു. മത്തിൻ്റെ മുട്ടക്ക് നമ്മൾ ഇണറ് എന്നാണ് പറയുന്നത്. അപ്പം സഹിക്കാൻ വയ്യാതെ അപ്പം തന്നെ ഞാൻ ഒന്നെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മത്തി കിട്ടിയ ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ഒരു മുട്ട ഓംലെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉള്ളിയും പച്ചമുളകൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ ഫേവറേറ്റ് കൈപ്പക്ക മുറിച്ച് മുളകും മഞ്ഞളെല്ലാം ഇട്ടിട്ട് വറുത്തെടുത്ത, ഇത് മാത്രം കൂട്ടി കഴിച്ച് കുറച്ച് മാസങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഇതും കഞ്ഞിയും മാത്രം. അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഇതെല്ലാം വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്കിതിലേക്ക് വിളമ്പാം. അപ്പം അത് ആദ്യം അമ്മ ചോറ് വിളമ്പേക്കുവാന്ന്, കുറച്ചും കൂടി അപ്പോൾ ചോറ് വിളമ്പി. അമ്മേൻ്റെ കൈൻ്റെ കെട്ടുകൊണ്ട് പഠിക്കണ്ട, കൈന് കത്തിനെ കൊണ്ടൊന്ന് മുറിച്ചാണ്. അപ്പം ഇനി അടുത്തത് നമ്മൾ കാമ്പുപ്പേരിയാണ് വിളമ്പാൻ പോകുന്നത്. അപ്പം ഇതാണ് കാമ്പുപ്പേരി. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ഇട്ടിട്ട് മൊരിച്ചെടുത്ത മുട്ട പൊരിച്ചത് അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ വെക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടുണ്ടാക്കിയ അവിയലാണ്, അത് വെച്ചു. ആൻഡ് അടുത്തത് ഞാൻ വെക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് കൈപ്പക്കയാണ്. കൈപ്പക്ക വറുത്തത്. ആ കൈപ്പക്ക വറുത്തത് ചോറ് മാത്രം മതി, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മത്തി പൊരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മത്തി പൊരിച്ചും കൂടി തിന്നും കേട്ടോ. ഇപ്പം തൽക്കാലം ഒന്നേ വെക്കുന്നില്ല, പിന്നെ അതിൻ്റെ മത്തീൻ്റെ ഇണറും വെക്കുന്നുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളാണ്. അച്ചാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അച്ചാർ വെക്കാഞ്ഞിന്. അപ്പോൾ ഇത് അമ്മ പൊതിയുന്നുണ്ട്. നല്ലപോലെ ഇത് നമുക്ക് പൊതിഞ്ഞിട്ട് 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. അപ്പം ആ ഇലേൻ്റെ മണം അതിലേക്ക് ഇങ്ങനെ പിടിച്ച് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഒരു 1/2 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. 1 മണി മുതൽ 1:30 വരെയാണ് ഞാൻ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ എൻ്റെ സാറേ, ആ ഇലയിൽ ആ കറിയെല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു മണമുണ്ട്. എൻ്റെ പൊന്നോ, ഞാനാണെങ്കിൽ വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല, അത്രക്കും അടിപൊളി മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് പെട്ടെന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം, വേറെ ഒന്നിനും എനിക്ക് സമയമില്ല ഗൈസ്. പെട്ടെന്ന് ഞാൻ ആക്രാന്തത്തോടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ച് അങ്ങനെ കഴിക്കാം കേട്ടോ. കുറച്ച് ചോറെടുത്തിട്ട് എല്ലാ ഐറ്റംസ് ആയാലും ഇങ്ങനെ വെച്ച് ഒന്ന് കുഴച്ച് നമുക്ക് അടിച്ച് മാറാം. അപ്പോൾ ഇതാ ചോറ്, കാമ്പുപ്പേരി, കൈപ്പക്ക വറുത്തത്, മുട്ട പൊരിച്ചത്, ഇതാ നമ്മളെ മീൻ പൊരിച്ചത്, അവിയൽ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഒരു പിടിക്കണം ഗൈസ്. എൻ്റെ പൊന്നോ, കിടിലൻ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ വിശന്ന് കുടലെത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഈ മീൻ പൊരിച്ചതും മീനിൻ്റെ ഇണറും ആ കൈപ്പക്കയും അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ആ ഒരു ഇലേൻ്റെ മണമൊക്കെ വന്നിട്ട് കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ്, എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു അമ്മ, താങ്ക് യു ഫോർ ദ ലവ്. അപ്പം എനിക്കിനി സമാധാനത്തിൽ ഇത് തിന്നു തീർക്കണം. ഇനി എനിക്ക് ക്യാമറ നോക്കിയിരിക്കാൻ പറ്റില്ല ഗൈസ്, ബിക്കോസ് ഞാൻ അത്രക്ക് ആക്രാന്തത്തിലാണുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുളിയിഞ്ചി മേശയെ കണ്ടപ്പോൾ എനിക്ക് പുളിയിഞ്ചി ഒന്ന് കൂട്ടി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കുറച്ച് പുളിയിഞ്ചിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തു ഗൈസ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പൊതിച്ചോറൊക്കെ കഴിക്കാൻ ആശയമുണ്ടാകും, പെട്ടെന്ന് തന്നെ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ എല്ലാ ഗൈസ്, ഞാൻ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ദിസ് ഇസ് മീ അശ്വതി മിഥുൻ സൈനിങ് ഓഫ് ഫ്രം അച്ചസ് ടോക്കീസ്. ടേക്ക് കെയർ, ബൈ.